ഇടുക്കി അടിമാലിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമത പോസ്റ്റർ. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി ഓഫീസിനും മുന്നിലും ടൗണിലും പോസ്റ്ററുണ്ട്. അമൽ ചേരുകയാണ്. അമൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമേ, ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും തമ്മിൽ ഇപ്പോൾ മുഖാമുഖം വരുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് സംസ്ഥാനത്ത് ഉടനീളം കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ യൂത്ത് കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള ഒരു വിമർശനം നിലവിലുണ്ട്. അതായത് യുവ നേതാക്കൾക്ക് ഒരു തരത്തിലുള്ള പരിഗണനയും കോൺഗ്രസ് നൽകുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനമാണ് ഉള്ളത്. നിലവിൽ ഇപ്പോൾ ഈ അടിമാലിയിൽ നിന്നും അത്തരം വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഈ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയാണ് ഈ വിമത പോസ്റ്ററുകൾ ഉയർന്നിരിക്കുന്നത്. സേവ് കോൺഗ്രസ് എന്നാണ് ഈ പോസ്റ്റർ നിലവിൽ എഴുതി വച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിലും ഒപ്പം തന്നെ നഗരങ്ങളിലെ വിവിധ ഭാഗങ്ങളിലുമായാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അടിമാലി ഡിവിഷൻ സീറ്റ് പേയ്മെന്റ് സീറ്റാക്കി മറ്റൊരാൾക്ക് വിറ്റു എന്നാണ് ഈ പോസ്റ്ററിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി 17 ഡിവിഷനുകൾ 12 ഡിവിഷനുകൾ കോൺഗ്രസ് മത്സരിക്കുവാനുള്ള ധാരണയിലേക്കാവുകയുമായിരുന്നു. ആ സമയമാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാക്കൾ തങ്ങളെ അല്ലെങ്കിൽ യുവാക്കളെ പരിഗണിക്കുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനവുമായി രംഗത്ത് വരുന്നത്. കരിമണ്ണൂർ ഡിവിഷനിലെ ഏറ്റവും ആദ്യഘട്ടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റായ ടോണി തോമസ് ആയിരുന്നു പരിഗണനയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സിറ്റിംഗ് മെമ്പറായ ഇന്ദു സുധാകരനെ അവിടെ മത്സരരംഗത്തേക്ക് പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊരു ജനറൽ സീറ്റാണ്. ഇത്തരത്തിൽ ഈ ജനറൽ സീറ്റിൽ എന്തുകൊണ്ട് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ യൂത്ത് കോൺഗ്രസ് ഉയർത്തുന്നു. സമാനമായ സാഹചര്യം തന്നെയാണ് മറ്റു സീറ്റുകളിലും ഉള്ളത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പലിന് സാധ്യതയുണ്ടായിരുന്ന സീറ്റിലും മറ്റൊരാൾക്ക് പിന്നീട് അവിടെ പരിഗണന ലഭിക്കുന്നു. ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ പുതുതായി രൂപം കൊണ്ട വെള്ളത്തൂവൽ ഡിവിഷനിലും കോൺഗ്രസിന് ഇത്തരത്തിൽ ഏകാഭിപ്രായത്തിലേക്ക് എത്താൻ വേണ്ടി അടിമാലിയിൽ കോൺഗ്രസിനെതിരെ വിമതന്മാർ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു. അമൽനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.